വേണ്ട, ഞാൻ എൻ്റെ അടുക്കളപ്പടിയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇത്. അടുക്കളയുടെ വാതിലിലാണ് നമ്മുടെ കോവല് വള്ളി ഒരെണ്ണം പടർത്തിയേക്കുന്നത്. അപ്പം രാവിലെ കോവയ്ക്ക പറിക്കാൻ ഇറങ്ങിയപ്പം മത്തൻ വള്ളിയും പടർന്ന് ഇവിടെ നിലത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് പശ്ചാത്തലത്തിൽ നമ്മുടെ കോഴിക്കുട്ടികളുണ്ട്, വെള്ളക്കോഴിയും അതിൻ്റെ 3 കുഞ്ഞുങ്ങളും. അപ്പോൾ ഈ കോവയ്ക്ക ഞാൻ കുറച്ച് പറിക്കണമെങ്കിൽ എനിക്ക് മോളുടെ സഹായം വേണം. കാരണം അത് നെറ്റിൻ്റെ മുകളിലോട്ട് കിടക്കുമല്ല. അപ്പോൾ നെറ്റ് പൊട്ടിച്ച് നെറ്റിൻ്റെ മുകളിൽ കൂടെ കൈയിട്ട് പറിക്കാൻ പറ്റത്തില്ല. പൊട്ടിച്ച് കോവയ്ക്ക എടുക്കണം. ഇത് കണ്ടോ, അപ്പോൾ ഇത് കൂട്ട് കിടക്കുക. പിന്നെ നമുക്ക് ഈ കോവലിൻ്റെയും മത്തൻ്റെയൊക്കെ തളിരിലകൾ നമുക്ക് തോരൻ വയ്ക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടുന്ന് കുറ്റിപ്പയറിൻ്റെ കുറച്ച് തളിരില കിട്ടിയിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മത്തൻ്റെയും കൂടെ തളിരിലയും കൂടെ പറിച്ച് നമുക്ക് തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കോവൽ വിളവെടുപ്പ് തൽക്കാലം ഞാൻ പകുതിക്ക് നിർത്തിയിട്ട് മത്തൻ്റെ ഇല പറിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇത് കണ്ട, ഇവിടെ മൊത്തം ഇങ്ങനെ മത്തൻ വള്ളി പടർന്ന് കിടക്കും. അപ്പം മത്തൻ്റെ തളിരിലയാണ് നമ്മൾ തോരൻ വയ്ക്കാൻ എടുക്കുന്നത്. ഇങ്ങനെ കൂമ്പല ഒടിച്ചെടുക്കും ഇതുകൂട്ട്. കുറച്ച് വേണ്ട, ഇപ്പം എനിക്കും പിള്ളേർക്കും മാത്രം മതി. വേണ്ട, കുറച്ച്. കെട്ടിക്കൊടുത്തിരിക്കുന്ന കയറിലോട്ട് പടർന്നു പോയിരിക്കുന്ന വയൽച്ചീരയാണ്. വയൽച്ചീരയും ഭക്ഷ്യയോഗ്യമാണ്. പക്ഷേ ഇപ്പം ഞാൻ വയൽച്ചീര എടുക്കുന്നില്ല, അധികം വേണ്ടാത്തതുകൊണ്ട്. ചുമോളും സഹായത്തിന് വന്നിട്ടുണ്ട്, അവളും പറിക്കുക. മതി മോളെ, ഈ പയറിൻ്റെ ഇലയും കൂടി ഉണ്ടല്ലോ, അപ്പം ആവും. അപ്പോൾ അതേ ഇന്നത്തെ വിളവെടുപ്പാണ്. കോവയ്ക്ക, മത്തനില, പിന്നെ പയറിൻ്റെ ഇല ഞാൻ പറഞ്ഞില്ലേ, കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പയറും കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ പയർ ഞാനിന്ന് എടുക്കുന്നില്ല. കോവയ്ക്കയും ഞാനിന്ന് എടുക്കുന്നില്ല, കോവയ്ക്ക മാറ്റി വയ്ക്കും. അപ്പോൾ ഈ പയറിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും കൂടെ കൂട്ടി ഇന്നൊരു തോരനാക്കും. തോരൻ വീഡിയോ ഞാൻ ഇടാവേ. നമ്മുടെ മത്തനിലയും പയറിലയും എല്ലാം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ തോരൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടി ഒരു 5-6 ചുവന്നുള്ളി തൊലി പൊളിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ അരിയൽ തുടങ്ങിയിട്ടുണ്ട്. തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
അപ്പോൾ അതേ നമ്മുടെ ഇലകളെല്ലാം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, മൊത്തം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. മോള് കുറച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാന്ന്, കുറച്ച് ഞാൻ കയ്യെ അടുക്കി പിടിച്ചരിഞ്ഞു. പിന്നെ അതിനുശേഷം പച്ചമുളക് ഇത് കൂട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി അതുപോലെ തന്നെ നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. സവാള ആയാലും മതി, സമയം കുറവുള്ളവരൊരു സവാള പൊളിച്ച് കഴുകിയെടുത്തിട്ട് അത് കൊത്തിയരിഞ്ഞെടുത്താലും മതി. കൊച്ചുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റും ഹെൽത്തി, അതുകൊണ്ടാണ് ഞാൻ കൊച്ചുള്ളി എടുത്തത്. നമ്മുടെ ചീരയെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടി ചൂടാവാനും വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മുടെ കോക്കനട്ട് ഓയിൽ അതിലിട്ട് കൊഴിച്ച് കൊടുക്കുക. ഞാൻ DXൻ്റെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇളം പ്രായത്തിലുള്ള ഗാനോഡർമ എന്ന് പറയുന്ന ഇളം പ്രായത്തിലുള്ള മഷ്റൂമിൻ്റെ ഇതും കൂടി ചേർത്തിട്ടുണ്ട്, എക്സ്ട്രാക്റ്റ് കൂടി ചേർന്ന ഒരു കോക്കനട്ട് ഓയിൽ. അത് നല്ലതായി, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് ചൂടായി വരുമ്പോഴത്തേനും കടുക്, 2 നുള്ള് കടുക്, കടുക് പൊട്ടാൻ ഒരു 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തീർന്നില്ലെന്നെങ്കിലുണ്ടല്ലോ കടുക് കടിക്കും നമ്മൾ. അതുകൊണ്ട് മൊത്തം പൊട്ടി തീർന്നതിന് ശേഷം ഇല ഇടുക. ഇല, ചുമന്നുള്ളി, പച്ചമുളക് മിക്സാണിത്. അപ്പം അത് നമ്മൾ മിക്സാക്കിയാണ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് ഇലക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ്, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഒരു 2 നുള്ള് ഇട്ട് കൊടുക്കുക. ഈ ഇലക്കറിക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം മഞ്ഞൾപ്പൊടിയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഇത് ഈ മഞ്ഞൾപ്പൊടി, ഉപ്പും ഇലയും എല്ലാം കൂടി നല്ലവണ്ണം ഈ ഇലക്കറികളുടെയൊക്കെ ഇലയുടെ ഒരു പ്രത്യേകത, ആവി കയറിയാൽ നല്ലോണം അങ്ങ് ഒതുങ്ങും. നമ്മളൊരു പാത്രം നിറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും അത് പാകമായി വരുമ്പോഴത്തേനും അത് ഒതുങ്ങും. ഉപ്പിടുമ്പോൾ ഈ ഇലയിൽ നിന്നുള്ള ജലാംശമൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് അതിന് ശേഷം പച്ചത്തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് തേങ്ങയും ഉണ്ടായിരിക്കണം, എന്നാലേ ഇതിന് രുചി ഉണ്ടാവത്തുള്ളൂ. പച്ചത്തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ആവി കയറണം. ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും.
അപ്പം നമ്മുടെ ഇലയ്ക്ക് നല്ല ആവി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ല തേങ്ങായും ഈ ഇലയും കൂടി വീണ്ടും ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണേ. ഒരു 2 മിനിറ്റ് കൂടെ ഇതെല്ലാം കൂടി ചേർന്നൊന്ന് ഒന്നുകൂടെ ഒന്ന് ആവി കയറി വേകട്ടെ. അതിന് ശേഷം തോരൻ റെഡിയാകും, കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ തോരൻ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ. പിന്നെ പയറ്റിലേക്കൊരു ചെറിയ കട്ടിപ്പ്, ഒരു ചെറിയൊരു കയ്പ്പ് കൂട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ടേസ്റ്റുള്ള കയ്പ്പ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ മത്തനിലയും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പം ആ കട്ടിപ്പൊന്നും പൈതലയുടെ ആ കട്ടിപ്പൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നല്ലതാണിത്. ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും.